ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ലാസ് അജിത് വ്ലോഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്. അപ്പൊ ഇക്കും റുവ ബേബിയൊക്കെ എവിടെ നിങ്ങൾ ആലോചിക്കണ്ടാവും. അവരങ്ങോട്ട് കാറിൻ്റെ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിയിട്ട് നമ്മൾ ഈദ്ക്കായിന് പോകാൻ വേണ്ടി റെഡി ആയിക്കണം. രാവിലെ തന്നെ എണീറ്റ് സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം. നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിലെത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിസ്കാരം സ്റ്റാർട്ടായി. അങ്ങനെ പിന്നെ വേഗം പോയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ അപ്പം തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങാറില്ല. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നിട്ട് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ ഇന്നത്തെ എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ, അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഫുൾ ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പോൾ ഈദ്ഗാഹിന് വരണം എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സ് ഫുള്ളായി എടുക്കുന്ന രീതിയിൽ നോക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിത് ഇതിൽ അപ്ലോഡ് ആക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇവിടുന്ന് പോവാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഇതേ റുവമോള് അൻഷിഫിൻ്റെ കയ്യിൽ കിടന്നിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ അവൾ ഇന്ന് നേരത്തെ എണീച്ച് വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ടാ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ എന്തെങ്കിലും ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കഫ്തീരിയയിലേക്കാണ് വന്നത്. അവിടുന്ന് ഞങ്ങളെല്ലാവരും ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിയാമും ചിതും ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് അവർ അതാട്ടോ കുടിച്ചിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് പോണ വഴിക്ക് സ്വിസ് റോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ട് റുവ ബേബിക്ക് ഫുഡ് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫുഡെല്ലാം കൊടുത്ത് പിന്നെ റുവമോള് ഉറങ്ങി. അതിന് ശേഷം നമ്മളും കുറച്ച് ടൈം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ താത്താടെ അവിടേക്ക് വന്നത്. താത്താടെ അവിടെ എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, നട്ട്സ്, സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മളെല്ലാവരും ഇരുന്നിട്ട് അതെല്ലാം കഴിച്ച് ഇതാണ് കേട്ടോ റുവമോളുടെ ഡ്രസ്സ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ദിസ് ഈസ് അവർ ഷ്യാമദീദിന്റെ ഡ്രസ്സ് കാണിച്ചു തരാം. മടിയിൽ വെച്ചിട്ടുണ്ട് റുവ ബേബിനെ. റുവ ചിരിച്ചേ, റുവ ചിരിച്ചേ. ചിരിക്ക ബോംബി പറയുമ്പോഴല്ലേ ചിരിക്ക, ബോംബി പറയുമ്പോഴല്ലേ ചിരിക്ക. റുവ പാട്ട് പാടണേ, റുവ പാട്ട് പാടുണ്ട്. എല്ലാവരുടെയും ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് പിന്നെ ആണുങ്ങളെല്ലാവരും കൂടി ചായ ഒക്കെ ഇരുന്ന് കുടിച്ചു കേട്ടോ. പിന്നെ അരീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് നോക്കിയപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ ഈദിന് കിട്ടിയിട്ടുണ്ടായിരുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ ആണുങ്ങളെല്ലാവരും കൂടിയിട്ട് പള്ളിയിൽ പോയി. അപ്പോൾ ഇവിടെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ പള്ളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഇനി ഇവിടെ ബീഫ് ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിക്കൽ പരിപാടിയാണ്. പിന്നെ അത് വിളമ്പലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടോക്കാം.
അങ്ങനെ എല്ലാവരും എത്തി ഫുഡൊക്കെ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ സാലഡ്, ചമ്മന്തി, അച്ചാറ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ആണുങ്ങളൊക്കെ ഇരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഉമ്മ കൊടുത്തരുവോ മോള്? എല്ലാവർക്കും ഉമ്മ കൊടുത്തേ. ഉമ്മ കൊടുക്കണ പറഞ്ഞ ഉമ്മ കൊടുത്ത ഒരു കൊടുത്തേ കൊടുത്തേ. മൈലാഞ്ചൊക്കെ തന്നിട്ടാ കുട്ടി. ഞാനിതേ എൻ്റെ മൈലാഞ്ചി കാണിച്ചു തരാൻ മറന്ന് നന്നായി ചോത്തിട്ടുണ്ട് കേട്ടാ. ഞാൻ ഇന്നലെ രാത്രി ഇട്ട് കിടന്നിട്ട് രാവിലെയാണ് കേട്ടാ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചോന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും പായസം എടുക്കണം കേട്ടാ. നല്ല അടിപൊളി പാലട പായസം ഉണ്ടായിരുന്നു. അത് ഗ്ലാസ്സിലാക്കിയിട്ട് കുടിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പായസം കുടിച്ച് പിന്നെ താത്താടെ സ്പെഷ്യൽ വൈറ്റ് ചോക്ലേറ്റ് മാംഗോ ട്രഫിൾ കേക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസ് കിട്ടിയതല്ലേ? ഫ്ലേവർ പറ. ഇതാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ചു. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലും അത് കഴിഞ്ഞിട്ട് മധുരം കഴിക്കലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒരുവിധം സെറ്റായി. പിന്നെ ഉറങ്ങാനുള്ളൊരു മൂടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് കുറച്ച് ടൈമൊക്കെ കിടന്ന് ഉറങ്ങി എണീച്ച് പിന്നെ റുവ ബേബിക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല അടിപൊളി സ്കേർട്ടും ടോപ്പൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കൈ കൊട്ടിയ റുവ, കൈ കൊട്ടിയ റുവ. ഒരു ഡാൻസ് കളിച്ചേ. എല്ലാവരും ഉറങ്ങി എണീച്ചപ്പോൾ പിന്നെ ചായ കുടിക്കണ ടൈമായി. അപ്പോൾ പിന്നെ ചായയും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും മടിയായി. പിന്നെ എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി യൂനോ കാർഡൊക്കെ കളിച്ച് പിന്നെ രാത്രിക്കലത്തെ ഫുഡ് കഴിക്കലും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി പിന്നെ സുഖമായി കിടന്ന് ഉറങ്ങിയിട്ടാണ്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളുടെ ഈദ് ഡേ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ.